ക്രൂശതിൽ ഈ പാപിയാമെന്നെ നേടിടുവാൻ തിരുരക്തം ചിന്തി ക്രൂശതിൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ കഴുകണേ നിൻ ശുദ്ധരക്തത്താൽ നിറയ്ക്കണേ നിന്നാത്മാവിനാൽ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ ജീവിച്ചിടും ഞാൻ ക്രൂശിൻ സാക്ഷിയായി സേവിച്ചിടും ഞാൻ അന്ത്യം വരെ
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഗലാത്യർ 5:1 സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യം, അതാണ് നാം ചിന്തിച്ചു വരുന്ന വിഷയം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ക്രിസ്തുവാണ് സ്വാതന്ത്ര്യം തരുന്നത്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പിന്നെയും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി കളയരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. അനേകർ പല ചീത്ത ശീലങ്ങൾക്ക് അടിമകളാണ്. സ്വാതന്ത്ര്യമില്ല. വേണമെന്നുണ്ട്, രക്ഷപ്പെടണമെന്നുണ്ട്, പാവം മാറണമെന്നുണ്ട്, മദ്യപാനം മാറണമെന്നുണ്ട്, പക്ഷേ മാറുന്നില്ല. വേണ്ട എന്നുണ്ട്, മാറുന്നില്ല. ചില ദുശീലങ്ങൾ അതുപോലെയാണ്. വേണ്ട എന്നുണ്ട്. ഒരു പാവം ചെയ്യുന്നവരെയും പിശാച് ആ പാവം ചെയ്യാനായിട്ട് നമ്മളെ വലിച്ചുകൊണ്ട് പോകും. ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ പിശാച് നിരാശ തരും. ഞാൻ എത്ര തീരുമാനിച്ചാലും ഫലമില്ല, പാവം ഞാൻ വീണു പോകും, ഞാൻ വിചാരിച്ചാൽ നടക്കില്ല. എന്നെപ്പോലൊരാൾക്ക് പാവത്തിന് മേൽ ജയം കിട്ടുകയില്ല, സ്വാതന്ത്ര്യം കിട്ടുകയില്ല, നിരാശ വരും. പിശാചിൻ്റെ കണിയാണത്. പാവം ചെയ്യാൻ പിശാച് പ്രേരിപ്പിച്ചുകൊണ്ട് പോയി പാവം ചെയ്യിക്കും, അത്യുത്സാഹത്തോടെ കൊണ്ടുപോകും. പക്ഷെ പാവം ചെയ്ത് കഴിയുമ്പോഴേക്കോ ഭയങ്കരമായ നിരാശ. അടിമത്വമാണത്. അടിമത്വം പിശാചിൻ്റെ അടിമകളായിത്തീരുന്നു. അനേകം ആളുകളും ഇന്ന് സാത്താൻ്റെ അടിമകളാണ്. സാത്താൻ്റെ അടിമകൾ. അനേക കുടുംബങ്ങൾ സാത്താൻ്റെ അടിമത്തത്തിലാണ്. ഒരവസരത്തിൽ ഒരാളെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനം കണ്ടു. ദർശനം മറ്റൊന്നുമല്ല, ഒരു വീട്. ആ വീടിനെ ചുറ്റി പാമ്പുകൾ. വീട് ചുറ്റി പാമ്പുകളുടെ ആധിപത്യം. എന്നാൽ അക്ഷരികമായി പാമ്പൊന്നുമല്ല, അത് പാമ്പ് പിശാചിൻ്റെ ഒരു പ്രതീകമാണ്. പിശാചുക്കൾ ആ വീടിനെ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ആ വീട്ടിൽ അത് ചിലർ പറയും, അതിപ്പോൾ ആ വീടിൻ്റെ സ്ഥാനം ശരിയായിട്ടില്ല, വീടൊന്ന് മാറിയാൽ മതി, വീട് മാറിയാൽ ഐശ്വര്യം കിട്ടും. പ്രിയപ്പെട്ടവരെ, വീട് മാറിയാലൊന്നും ഐശ്വര്യം കിട്ടില്ല. വീട് മാറിയാൽ ഈ പ്രശ്നം മാറുകയുമില്ല. അല്ല, ഒന്നുകൂടി ഒരു മുറി കൂട്ടിയെടുത്താൽ പ്രശ്നം മാറും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പാവപ്പെട്ട ആളുകളുണ്ട്. അതെല്ലാം പ്രശ്നം വയ്പ്പിച്ച് അതിന് ജ്യോത്സ്യം പറയുന്ന കണക്കനുസരിച്ചൊക്കെ വെച്ചാൽ എല്ലാം മാറിക്കോളും, വീട് ഒരു സ്ഥാനം നോക്കാതെ വീട് വെച്ചതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതൊക്കെ പറയുന്ന ആളുകളുണ്ട്. അബദ്ധമാണ്. എന്ത് സ്ഥാനം നോക്കിയാലും ശരി, പിശാചുക്കൾ മാറുകയില്ല. പിശാചുക്കൾ ആ വീടിനെ ചുറ്റി നിൽക്കുന്നു. പാമ്പുകൾ ചുറ്റി നടക്കുന്നു, ചുറ്റി സഞ്ചരിക്കുന്നു. പാമ്പുകൾ ചുറ്റി സഞ്ചരിക്കുന്ന ആ വീട്ടിലേക്ക് അകത്തേക്ക് കിടക്കാൻ നോക്കുമ്പോൾ പാമ്പിനെ കാണുന്നില്ല, പക്ഷേ ആത്മാവ് കാണുന്നു. പാമ്പുകൾ ദൈവത്തിന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നു. അനേകരെ ഇന്ന് പാമ്പ് വളഞ്ഞിരിക്കുകയാണ്, പാമ്പ് വലയം ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ വല്ല പ്രേമക്കുരുക്കിലായിരിക്കും പ്രേമം, ചിലപ്പോൾ ധനത്തിൻ്റെ വഞ്ചനയിലായിരിക്കും, കള്ളക്കേസുകളോ കള്ള വ്യവഹാരങ്ങളോ അല്ലെങ്കിൽ കൊള്ളരുതാത്ത പ്രവൃത്തികളോ പുറത്തു പറയാൻ അറയ്ക്കുന്നതായ അശുദ്ധമായ ജീവിതമൊക്കെ ആയിരിക്കാം. ഓരോ തരത്തിലുള്ളതായ പാവങ്ങൾ മനുഷ്യനെ ഇങ്ങനെ വലയം ചെയ്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. സാത്താൻ അവനെ പുറത്ത് വിടുന്നില്ല, അവന് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടാതെ അവൻ പിടിച്ചു വച്ചിരിക്കുന്നു. വചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അത് ഉറച്ചു നിൽപ്പീൻ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. അടിമനുഖത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. കർത്താവ് അതിനുവേണ്ടി ക്രൂശിൽ മരിച്ചത്. യേശുക്രിസ്തു ക്രൂശിൽ ബന്ധിക്കപ്പെട്ടു. 3 ആണി കൊണ്ടാണ് കുരിശിനോട് ചേർത്തത്. കയറുകൊണ്ടൊന്നും കിട്ടിയിട്ടില്ല. 3 ആണി കൊണ്ട് കർത്താവിനെ ബന്ധിച്ചു. കുരിശിൽ ഇരുകരവും വിടർത്തി നിവർത്തി വലിച്ച് ആണിയടിച്ച് തകർത്ത് 2 കാലും, ഒരു കാലിൻ്റെ മേൽ മറ്റേ കാല് വെച്ച്, ഒരു കാല് തുളച്ച് അടുത്ത കാലം തുളച്ച് ഉണങ്ങി മരത്തിലേക്ക് അടിച്ചടിച്ച് ചേർത്ത് 3 ആണികളിൽ ക്രിസ്തു ബന്ധനത്തിൽ കിടന്നു. അത് നമുക്ക് ഇതൊക്കെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ വായിക്കുന്ന പ്രമേയനുകളും മറ്റും കേൾക്കുമ്പോൾ ഒരു സങ്കടം വരും. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. വായിക്കുന്ന ചില പട്ടക്കാരന് ചിലപ്പോൾ തൊണ്ടയിറക്കൊണ്ടായിരിക്കും വായിക്കുന്നത്. നാം അവിടെ കേൾക്കൊണ്ട് നമുക്കും ഒരു ഗദ്ഗതവും ഒരു പ്രയാസമൊക്കെ ഉണ്ടാകും. പക്ഷേ നാം അറിയുന്നുണ്ടോ ക്രിസ്തു ബന്ധിതനായത് എന്തിനാണ് എന്ന്? നമുക്ക് ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരാനാണ് ക്രിസ്തു ബന്ധിതനായത്. നമുക്ക് ഉള്ള പാപത്തിൻ്റെയും പിശാചിൻ്റെയും ബാധയിൽ നിന്ന് മോചനം തരാനാണ് ക്രിസ്തു ബന്ധിതനായത്. പാപത്തിൻ്റെയും പിശാചിൻ്റെയും ബാധ നമ്മുടെ മേലുണ്ട്. അത് തലമുറകളായിട്ടുണ്ട്. നമ്മുടെ കാലത്തല്ല, പണ്ട് മുതലേ ഉണ്ട്. തലമുറകളായി ബന്ധനത്തിലാണ്. അനേകം കുടുംബങ്ങൾ തലമുറകളായി ബന്ധനത്തിലാണ്. അടുത്ത സമയത്ത് ഞാൻ ചിന്തിച്ചു, വളരെ ഐശ്വര്യമുണ്ടായിരുന്ന വീട് എന്ന് പറഞ്ഞാൽ സമ്പൽ സമർത്ഥമായൊരു വീട്. ഏക്കർ കണക്കിന് റബ്ബർ തോട്ടവും അതുപോലെ ഇരിപ്പ് വിതയ്ക്കുന്ന നല്ല ഒന്നന്തരം കൃഷി ഭൂമിയും ധാരാളമുള്ളൊരു മനുഷ്യൻ.
അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെ ഉന്നതമായ സമൃദ്ധിയിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാലമായപ്പോഴേക്കും വളരെ കുറച്ച് ചുരുങ്ങി. മകൻ മരിച്ചു. ഇപ്പോൾ വളരെ ദയനീയമായ രീതിയിൽ വെച്ചാൽ വളരെ താഴ്ന്ന നിലവാരത്തിലായി പോയി. എങ്ങനെ ഈ ഭൂമിയൊക്കെ എങ്ങനെ പോയി? അവർക്ക് കടമൊന്നും ഉണ്ടായിട്ട് വിറ്റതൊന്നുമല്ല. ഭൂമിയെല്ലാം പോയി. ഭൂമി ഉണ്ടായിരുന്നു, നെൽകൃഷി ഉണ്ടായിരുന്നു, ഇന്നതെല്ലാം പോയി. ഇന്ന് ആ നാട്ടിൽ വളരെ ശോചനീയമായ അവസ്ഥയിൽ കഴിയുന്നു. ഇങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. പിശാചിൻ്റെ ബാധ കൊണ്ട് വരുന്നതാണത്. സാത്താൻ്റെ ബാധയാണത്. സാത്താൻ്റെ ബാധ എപ്പോഴും നമ്മെ താഴ്ത്തിക്കൊണ്ടിരിക്കും, നമ്മെ അധപ്പതിപ്പിച്ചുകൊണ്ടിരിക്കും. അധപ്പതനം ഒരിക്കലും മുന്നേറ്റം കിട്ടുകയില്ല. ഒരിക്കലും നമുക്ക് വളരാൻ സാധിക്കുകയില്ല. പഠിക്കുന്ന വിദ്യാർത്ഥി നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരിക്കും. പക്ഷേ ഈ പിശാചിൻ്റെ ബാധ വരുമ്പോൾ, ദുശ്ശീലങ്ങൾ വരുമ്പോൾ, ദുസ്വഭാവം വരുമ്പോൾ പഠിത്തം നന്നാവുകയില്ല, പഠിക്കാൻ പറ്റുകയില്ല. എത്ര ശ്രമിച്ചാലും പഠിക്കാൻ പറ്റുകയില്ല, മനസ്സിലാവില്ല. ഒരു കുട്ടീനോട് പറഞ്ഞു, സാറേ ഞാൻ നല്ലോണം വായിക്കുന്നുണ്ട്, രാത്രി 12 മണി വരെ ഇരുന്ന് വായിക്കും, പക്ഷേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്നും തലയിലിരിക്കുന്നില്ല. നല്ലപോലെ പഠിച്ചിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയത്, പക്ഷേ പരീക്ഷ ചോദ്യ ക്ലാസ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. കണ്ണ് ഇരുട്ട് വിടുന്നതുപോലെ തോന്നി, കണ്ണ് ഇളുന്നതുപോലെ തോന്നി, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. സാർ എന്താ ഇത്, എനിക്കിങ്ങനെ വരുന്നത് എന്താണ്? 2 തവണ എഴുതി കഴിഞ്ഞു, 3ാമത്തെ തവണയും എഴുതാൻ നോക്കുകയാണ്. പക്ഷേ സാറേ എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് ഒരു ധൈര്യം വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പിശാച് അനേകരിങ്ങനെ കുരുക്കിലിട്ടിരിക്കുകയാണ്. അവരുടെ ബുദ്ധിയെ മന്ദീഭവിച്ചിരിക്കുകയാണ്. അവരുടെ ഭാവിയെ ഏറ്റവും നിരാശകരമായ അവസ്ഥയിലാക്കാൻ പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാത്താനും എൻ്റെ സൈന്യങ്ങളും. ഇപ്പം നമ്മളിവിടെ ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ സാത്താനെ കാണാനില്ല, ദുരാത്മാക്കളെ കാണാനില്ല, ഇല്ലല്ലോ, ആരും കാണുന്നില്ല. എന്നാൽ ആത്മാവിൻ്റെ കാഴ്ചയുള്ളവർ, ആത്മാവിൻ്റെ ദർശനമുള്ളവർ, അവർ ദുരാത്മാക്കളുടെ കൂട്ടത്തെ കാണുന്നു. ദുരാത്മാക്കൾ ആക്രമിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ദുരാത്മാക്കളെ കാണുന്നു. നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ. നാം ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരു ഇടവഴിയിൽ കൂടെ പോകുമ്പോഴേക്കും ഒരു ആന നേരെ വരുന്നു. എങ്ങനെ മുന്നോട്ട് പോകും? പേടിക്കുന്നു. പിറകിലേക്ക് നോക്കിയപ്പോൾ പിറകിൽ ഒരു ആന വന്ന് നിൽക്കുന്നു. എന്ത് ചെയ്യും? വളരെ പേടിച്ചു പോയി. ആന അമറിക്കൊണ്ട് അടുത്തടുത്ത് വരുന്നു. നാം പേടിച്ച് നിർജീവരായിത്തീരുന്നു, വിഷമിക്കുന്നു. പിശാചുക്കളിങ്ങനെ പിറകിലും മുമ്പിലുണ്ട്, നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ നശിപ്പിക്കാൻ പിശാചിൻ്റെ ഉദ്ദേശം. പിശാച് എന്ന് പറഞ്ഞാൽ സാത്താൻ, ഈവിൾ ഫോഴ്സ്. ആ ദുഷ്ട പിശാച് നമ്മുടെ ഭാവി തകർത്ത് കളയാനാണ് നോക്കുന്നത്. അവൻ ചിലപ്പോൾ കോപം ഉണ്ടാക്കും, ചിലപ്പോൾ വൈരാഗ്യം ഉണ്ടാക്കും, ചിലപ്പോൾ പകയുണ്ടാക്കും, ചിലപ്പോൾ അസൂയ ഉണ്ടാക്കും, ചിലപ്പോൾ സ്ഥാനമോഹം ഉണ്ടാക്കും, ചിലപ്പോൾ പൈസയോടുള്ള കമ്പം ഉണ്ടാക്കും, പൈസയിലെ ആശ്രയം, ധാരാളം പൈസ വേണം, ദുരാഗ്രഹം, ചിലപ്പോൾ അഹങ്കാരം ഉണ്ടാക്കും. ഇങ്ങനെ ഓരോ തരത്തിൽ പിശാച് ഇങ്ങനെ നമ്മൾ വലയം ചെയ്ത് നിൽക്കുകയാണ്. പാമ്പുകൾ. ഇതിൽ നിന്നെല്ലാം സ്വാതന്ത്ര്യം കിട്ടും. എങ്ങനെ? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. യേശുക്രിസ്തു സ്വാതന്ത്ര്യം തരും. ഈ ദുരാത്മാക്കളുടെ വെടിയിൽ നിന്ന് കർത്താവ് നമ്മൾ മോചിപ്പിക്കും. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ വാസ്തവമായി ആഗ്രഹിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ അരിയത്തേക്ക് വരും. വാസ്തവമായി ആഗ്രഹിച്ചാൽ, കർത്താവെ ഈ ദുസ്വഭാവം എനിക്ക് മാറ്റി തരണം, ഇനി ഒരു ചുവട് എനിക്ക് മുമ്പോട്ട് വയ്ക്കാൻ വയ്യ, കർത്താവെ എൻ്റെ മേലുള്ള ഈ ദുർബാധ മാറ്റി തരണം. ഒരു വലിയ ബാധയാണ്. അനേകം ദുരാത്മാക്കൾ ഇങ്ങനെ ഒരു മനുഷ്യനിട്ട് ഞരട്ടിക്കൊണ്ടിരിക്കുകയാണ്, ജരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അവൻ്റെ ഉരുക്കുമുഷ്ടിക്കകത്തായി കഴിഞ്ഞു. ഇനി ഒരു വിധത്തിൽ ഒന്നും രക്ഷപ്പെടാൻ പറ്റുകയില്ല. അത്രമാത്രം പിശാചിൻ്റെ പിടിയിലായി കഴിഞ്ഞു അനേകർ. എന്നാൽ രക്ഷപ്പെടാൻ സാധിക്കും. എങ്ങനെ? യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ചാൽ. സ്തോത്രം. ഏത് കുടുംബത്തിലുണ്ട് സ്വസ്ഥത? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു കുടുംബങ്ങളില്ലേ, നമ്മുടെ ഓരോ വീടുകളിലും ഒന്ന് ചിന്തിച്ച് നോക്ക്. സ്വസ്ഥതയുണ്ടോ? സമാധാനമുണ്ടോ? ഐക്യമുണ്ടോ? ഒരു മനസ്സുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹമാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്? സ്നേഹമാണോ മറ്റവർക്ക് കിട്ടുന്നത്? ഒരു വീട്ടിൽ അപ്പനും അമ്മയും മക്കളും, 3-4 മക്കളുണ്ട്, മക്കളും അപ്പനും അമ്മയും, വേണമെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അപ്പൻ്റെ അപ്പനോ അമ്മയുടെ അപ്പനോ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം കൊച്ചു കുടുംബം. ഈ കൊച്ചു കുടുംബത്തിൽ വാസ്തവമായിട്ടൊരു ശാന്തിയുണ്ടോ? എന്തെല്ലാം ആകുലങ്ങളാണ് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സ് എത്രമാത്രം വിഷാദ സങ്കുലമാണ്. എത്രയോ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് ഓരോ ദിവസവും. ഓരോരുത്തർ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴാണ് പല വീടുകളിൽ നിന്ന് ദുരിതത്തിലാണ്, ദുഃഖത്തിലാണ്. ചികിത്സിക്കണം, പക്ഷേ ചികിത്സിക്കാൻ പൈസയില്ല, മാർഗമില്ല. ഇന്ന് ഓരോ തരത്തിൽ വിവിധ രീതിയിൽ വിഷമിച്ച് കഴിയുന്നു. ബാങ്കിൽ നിന്ന് കടമെടുത്തു, കടം വീട്ടാൻ മാർഗം കാണുന്നില്ല. ജപ്തി നോട്ടീസായി, എന്ത് ചെയ്യും? ജപ്തിയാകാൻ പോകുന്നു. ഞാനീ പറയുന്നതെല്ലാം ഓരോരുത്തരും വിളിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഓരോരുത്തരും എത്രയോ ദുരിതം പിടിച്ച ഒരു ജീവിതം അനേകർക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദുരിതപൂരിതമായ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമാധാനവും തരാൻ യേശുക്രിസ്തുവിന് കഴിയും. ക്രിസ്തുവിനെ നിങ്ങൾ വിളിക്കൂ.
ക്രിസ്തുവിനെ വിളിക്കൂ, അധികാരസ്ഥനായ ക്രിസ്തുവിനെ വിളിക്കൂ, സർവാധികാരമുള്ളതിനായ ക്രിസ്തുവിനെ വിളിക്കൂ, ജഗത് നിയന്താവായ ക്രിസ്തുവിനെ വിളിക്കൂ, സർവ്വ ഐശ്വര്യം തരുന്ന ക്രിസ്തുവിനെ വിളിക്കൂ. ക്രിസ്തുവിനെ വിളിക്കുക, യേശു ക്രിസ്തുവിനെ വിളിക്കുക. ക്രിസ്തു നിങ്ങളുടെ വീട്ടിലേക്ക് വരും, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. ക്രിസ്തു നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തുവിനെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനോഹത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഒരു കാരണവശാലും അടിമനോഹത്തിൽ കുടുങ്ങിപ്പോകരുത്. ചില പൈശാചിക ബന്ധനങ്ങൾ എൻ്റെ മേലുണ്ട്. സാത്താൻ്റെ ദൂതന്മാർ എൻ്റെ മേൽ കടന്നിരിക്കുന്നു, എന്നെ ഞെരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നമ്മെ തന്നെ കാണാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ ഒരു കാര്യമില്ലാതെ മുഷിച്ചിൽ വരും, ചിലപ്പോൾ നിരാശ വരും, ചിലപ്പോൾ ഒരു അസ്വസ്ഥത തോന്നും. ഒരു പ്രത്യേക കാരണമൊന്നുമില്ല. എന്തിനാണ് ഞാൻ നിരാശപ്പെട്ടത് അറിയാൻ പാടില്ല, എന്തിനാണ് ഞാൻ കോപിച്ചത് അറിയാൻ പാടില്ല. ഇങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ നാം പലപ്പോഴും കാണാറില്ല, നോക്കാറില്ല. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ദുഷ്ടനായ പൈശാചികൻ കയറി ആക്രമിച്ച് നമ്മെ അടയപ്പെടുത്തി നമ്മെ ദുരിതത്തിൽ ആഴ്ത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ വചനം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ. അടിമനോഹത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇനി അടിമനോഹത്തിലേക്ക് പോകരുത്. അടിമനോഹത്തിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്തതാണ്. അടിമനോഹത്തിൽ നിന്ന് നുഖത്തിൽ കയറുകൊണ്ട് കെട്ടി കാളയെ രണ്ട് വശത്ത് നിർത്തി നുഖം രണ്ട് കാളയെ കഴുത്തിൽ വെച്ച് ആ നുഖത്തിൽ വെച്ച് കെട്ടിയിരിക്കുന്ന അമിക്കയറ് അങ്ങ് കഴിഞ്ഞു പോയാൽ എന്തായിരിക്കും? കാളയ്ക്ക് ഇഷ്ടം പോലെ പോകാമല്ലോ. എന്നതുപോലെ ഇന്ന് അനേകർ നുഖത്തിൻ്റെ കീഴിലാണ്. നുഖം, ഈ നുഖത്തിൻ്റെ കീഴിലാണ് അനേകർ. അത് നന്നായി തിരിച്ചറിയണം. മറ്റാരും പറഞ്ഞല്ല, എനിക്ക് തന്നെ മനസ്സിലാക്കണം എൻ്റെ മേലുള്ള നുഖം ഏതൊക്കെയാണ്, എന്നെ ബന്ധിച്ചിരിക്കുന്ന എൻ്റെ ബന്ധനങ്ങൾ എന്തെല്ലാമാണ്, എൻ്റെ മേലുള്ളതായ പൈശാചിക ശാപങ്ങൾ എന്തെല്ലാമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കൂ, പൂർവിക കാലം മുതലേ നമ്മുടെ ഓരോരുത്തരുടെ മേലുണ്ട്. പൂർവിക കാലം മുതൽ, കാരണവന്മാരുടെ കാലം മുതലേ തലമുറയായി ബാധിച്ചു വരുന്നതായി ചില ദുഷ്ടപിശാചുക്കളുടെ ബാധയുണ്ട്, ബന്ധനമുണ്ട്. തലമുറകളായിട്ട് വരികയാണ്. തലമുറ കഴിഞ്ഞു, ഒരു തലമുറ കഴിഞ്ഞു, അടുത്ത തലമുറയായി, ഇങ്ങനെ തലമുറകളായി മാറി മാറി വരുന്നു. ഓരോ തലമുറയിലേക്കും ഈ ദുഷ്ടപിശാചുക്കൾ മനുഷ്യൻ ആധിപത്യം നടത്തുന്നു. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ അവർ കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ അടിമകളായിത്തീരുന്നത്. കാരണം ഉമ്മയുടെ കാലം മുതലുള്ള ചില അനർത്ഥങ്ങളൊന്നും ചേരുന്നതാണ്. ചെറുപ്പക്കാർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഈ ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഈ കോളേജിൽ വരുന്നത് ബോയ് ഫ്രണ്ടാകാനോ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടാകാനോ ഒരു പറ്റിയ ഇണയെ കണ്ടെത്താൻ വരുന്ന പോലെയാണ്. പഠിക്കുകയല്ല അവരുടെ ജോലി, പഠിക്കില്ല. 33 കൊല്ലം കോളേജിൽ ഞാൻ പഠിപ്പിച്ചതല്ലേ, എനിക്കറിയാമല്ലോ. പലർക്കും പഠിക്കാൻ താല്പര്യമില്ല. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അധ്യാപകൻ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ പ്രിൻസിപ്പലായിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ആ ക്ലാസ്സിൽ പോകാൻ എന്നെക്കൂടെ വയ്യ. അശേഷം ശാന്തമായിട്ടായിരിക്കില്ല. ഞാൻ ഈ കെമിസ്ട്രിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ നിരാശപ്പെടേണ്ട, നമുക്ക് അങ്ങനെയുള്ള പിള്ളേർ ആരുണ്ടെന്ന് നോക്കാം, നമുക്ക് നോക്കി കണ്ടുപിടിക്കാം, അവരെ ഒന്ന് ഉപദേശിച്ച് നോക്കാം. ഞാൻ ചില പിള്ളേരെ വിളിച്ചു, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ കെമിസ്ട്രി BC പഠിക്കുന്ന കുട്ടികളാണ്. വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെ തന്നെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ സാറിനൊരു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഉഴപ്പിയാൽ സാറിനൊരു നഷ്ടമില്ല. നഷ്ടം നിങ്ങൾക്കാണ്. നിങ്ങൾ പിന്നീടിരുന്ന് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. നിങ്ങളിപ്പോൾ ഉഴപ്പാം. ഇപ്പോൾ നിങ്ങൾക്ക് ഡെസ്കിൻ്റെ അടിയിൽ കൂടി ചീത്ത പടങ്ങൾ കൈമാറാം. അങ്ങനെയൊക്കെ ഉണ്ട്, പിള്ളേർക്ക് അങ്ങനെ പരിപാടിയുണ്ട്. സാറ് കാണില്ല. സാറ് അവിടെ ലെക്ചർ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ബോർഡിൽ എഴുതിക്കൊണ്ടിരിക്കും. പക്ഷേ ഇവൻ അടിയിൽ കൂടി, ഡെസ്കിൻ്റെ അടിയിൽ കൂടി അടുത്ത ആൾക്ക് കൊടുക്കും ചീത്ത പടം. കണ്ടാൽ വൃത്തികെട്ട പടം വെച്ചാൽ വൃത്തികെട്ട പടങ്ങൾ, ബ്ലൂ ഫിലിംസൊക്കെ പറയുമായിരിക്കും. അത് കൊടുത്തു, അവൻ മറ്റവൻ കൊടുത്തു. ഇങ്ങനെ ക്ലാസ്സിലാകെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്നും പാവം സാർ അറിയുന്നില്ല. ഇടയ്ക്ക് ഈ ചിലർ ഇത് കാണുമ്പോൾ അവർ ചിരിക്കുമ്പോൾ സാറ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ചിരി നിർത്തും. പെട്ടെന്ന് ഗൗരവമായിട്ടിരുന്ന് ശ്രദ്ധിക്കുന്ന പോലെ കാണിക്കും. ഇങ്ങനെയെല്ലാം ഞാൻ പറഞ്ഞു, മോനെ ഇതുകൊണ്ട് നഷ്ടമല്ലേ, നിനക്കല്ലേ നഷ്ടം, സാറിന് നഷ്ടമൊന്നുമില്ല, സാറിൻ്റെ ശമ്പളം കുറയൊന്നുമില്ല. നീ എത്ര ഉഴപ്പിയാലും സാറിൻ്റെ ശമ്പളം കുറയില്ല. നിനക്ക് നഷ്ടം വരുന്നത്, നിനക്ക് നഷ്ടം. ഭാഗ്യവശാൽ അന്ന് ഞാൻ പറഞ്ഞ ഉപദേശം അവൻ സ്വീകരിച്ചു. നന്നായി അവൻ പിന്നെ പഠിച്ചു, നന്നായി നല്ല നിലയിലായി. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ചില വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നു. എത്ര കുട്ടികളാണ് ഈ വിലയേറിയ സമയം പാഴാക്കുന്നത്. ഫുട്ബോൾ കളി കണ്ടും ക്രിക്കറ്റ് കളി കണ്ടും എത്രയോ സമയം നഷ്ടപ്പെടുത്തുന്നു. അത് മാത്രമല്ല, ചിലർ വീഡിയോ ഗെയിംസ് അതൊക്കെ എന്ത് അബദ്ധമാണ്, മണ്ടത്തരമാണ്. സമയം പോവുക, സമയം നഷ്ടപ്പെടുക. ഇതൊന്നും പിള്ളേർക്ക് അറിഞ്ഞുകൂടാ, മക്കൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ഇങ്ങനെ പലതരത്തിലുള്ളതായ ദുഷ്പ്രവണതകളുടെ വേലിയേറ്റം കൊണ്ട് തലമുറകൾ നശിക്കുകയാണ്. തലമുറകൾ നശിച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് വരാതിരിക്കണം. അതിനാണ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ.
അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. അടിമനുഖത്തിലേക്ക് കുടുങ്ങിപ്പോകാൻ ഇടവരരുത്. നമ്മുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ശാപത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതായി അനേകം കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞ് സ്വതന്ത്രരായി തീരാൻ നിങ്ങൾ ആഗ്രഹിക്കണം. സ്വതന്ത്രരായി തീരാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ സാധിക്കാൻ കർത്താവ് തരും കേട്ടോ. കർത്താവ് തരും, സംശയിക്കേണ്ട. തീരുമാനം എടുത്തോ, കർത്താവ് അതിയായി സന്തോഷിക്കും. കർത്താവ് നിങ്ങളുടെ സകല കൃപയും തരും, പേടിക്കണ്ട. കിട്ടും. അയ്യോ എന്നെക്കൂടെ സാധിക്കുമോ, ഞാൻ തോറ്റുപോയില്ലേ? പേടിക്കണ്ട, തോറ്റുപോയില്ല. ദൈവം നിങ്ങൾക്ക് ജയിക്കാനുള്ള കൃപ തരും. കർത്താവിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഇനിമേലിൽ ഒരശുദ്ധി എന്നെ തൊടുകയില്ല. പൈശാചിക ശക്തി ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു. വിശാംബരാനെ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട്, ഉള്ളം കൊണ്ട് നിന്നെ സ്വീകരിക്കുന്നു. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ ഭാഗ്യകരമായിരിക്കും. ഭാഗ്യകരമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. സ്വർഗ്ഗം നിങ്ങൾ പ്രസാദിക്കും. യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും, പ്രകാശം നിങ്ങളുടെ മേൽ വരും. അന്ധകാരം മുഴുവൻ മാറിപ്പോകും. എന്തോ ഒരു സൗഭാഗ്യ ജീവിതം, സ്നേഹമുള്ള ജീവിതം. കുടുംബം സ്നേഹമായി തീരും. ഭാര്യ ഭർത്താവ് ഒരു ഹൃദയമായി തീരും. മക്കളും മാതാപിതാക്കളും ഒരു ഹൃദയമായി തീരും. നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളെ ഹിംസിക്കുന്ന, നിങ്ങളെ വിഴുങ്ങിക്കളയുന്ന പാപത്തെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം മതി. നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായി പാപത്തെയെല്ലാം ഉപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി ജീവിക്കാം. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ആത്മീയമായ അനുഗ്രഹങ്ങളുടെ സമ്പത്തിലേക്ക് ദൈവം നിങ്ങളെ ആനയിക്കും. നിങ്ങൾക്ക് ശുഭഭാവി വരും. നിങ്ങൾക്ക് അവസാനം മരണം കഴിഞ്ഞ് നിത്യജീവൻ്റെ ഉറപ്പും തരും. നിത്യജീവനിലേക്ക് നിങ്ങൾ പ്രവേശിപ്പിക്കും. കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽ ഇപ്പം നിങ്ങൾക്ക് സാധിക്കും. ഒരേ ഒരു കാര്യം മാത്രം, കർത്താവേ, നിൻ്റെ ചങ്ക് തുറന്നൊഴിയത് രക്തത്താൽ എന്നെ കഴുകണമേ. തിരുവാലിൽ നിന്നൊഴിയത് രക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, ഇതിൻ്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും ഒഴി വന്നതായി തിരക്തത്താൽ എന്നെ കഴുകണമേ. നാഥ, നിൻ്റെ തിരക്തത്താൽ എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. മുഴുവനായി കഴുകട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും. വിശ്വസിക്കൂ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരികയും നിങ്ങൾക്ക് അനുഗ്രഹം തരികയും ചെയ്യും. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. നിങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും. നിങ്ങൾ മൂലം അനേകർക്ക് അനുഗ്രഹം ലഭിക്കും. നിങ്ങൾ ഒരാൾ മൂലം അനേകർക്ക് അനുഗ്രഹം ലഭിക്കും. വേണമോ ഈ ഭാഗ്യം? വേണമോ നിങ്ങൾക്ക് ഈ ഭാഗ്യം? എങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. മനസ്സോടെ കൊടുക്കുക, വിട്ടുകൊടുക്കുക. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത എല്ലാ കാര്യങ്ങളാണെന്ന് കാണുവാൻ ഞങ്ങൾക്ക് കണ്ണു തുറന്നു തന്നതിനായി സ്തോത്രം. സ്വാതന്ത്ര്യം പ്രാപിച്ച് യേശുവിനെ ആരാധിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. സ്വാതന്ത്ര്യം പ്രാപിച്ച് യേശുവിൻ്റെ വേല ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. സ്വാതന്ത്ര്യം പ്രാപിച്ച് യേശുവിനെ സ്തുതിക്കുന്നവരുടെ കൂടെ നിൽക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവേ, നിൻ്റെ രണ്ടാമത്തെ വരയിൽ നിന്നെ എതിരേൽപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അവിടുത്തെ കൃപകളാൽ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.